ആർ.ജെ.ഡിയിൽ CPM നേതൃത്വത്തോട് കടുത്ത എതിർപ്പ്. ആർ.ജെ.ഡിക്ക് ഇടതുമുന്നണി നൽകിയ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനങ്ങൾ രാജിവെക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനും ഏകപക്ഷീയമായ നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്ന് ആക്ഷേപം. ഇടതുമുന്നണിയിൽ ചർച്ചകൾ ചെയ്യാതെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുവെന്നും ആർ.ജെ.ഡി. നാളെ M.V. ശ്രേയാംസ്കുമാറിന്റെ നേതൃത്വത്തിൽ അടിയന്തര സംസ്ഥാന ഭാരവാഹി യോഗം തൃശൂരിൽ നടക്കും. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, CPM ഒരു ഹ്യൂമിലിയേറ്റിംഗ് ഡിഫീറ്റ് എന്ന് പോലും പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തകർച്ചയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ആർ.ജെ.ഡി. കൂടി ഇടഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭം. എന്താണ് വിശദാംശങ്ങൾ? ദേവിക, തീർച്ചയായും ആർ.ജെ.ഡി. ശക്തമായൊരു എതിർപ്പ് രേഖപ്പെടുത്തി നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. വർഗീസ് ജോർജ് എല്ലാം തന്നെ വളരെ കൃത്യമായി 45% വോട്ടുണ്ടായിരുന്നത് 35%, അതായത് 10%ഓളം വോട്ട് കുറഞ്ഞു എന്ന് തന്നെ വളരെ കൃത്യമായി പറയുകയുണ്ടായി. സ്വാഭാവികമായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീർന്നതോടെ റിസൾട്ടുകൾ പുറത്തു വന്നതോടെ ഇത്തരത്തിൽ 10% വോട്ടിൻ്റെ ഒരു ഇടിവുണ്ടായിരിക്കുന്നത് ജനങ്ങളിൽ നിന്നും ഇടതുമുന്നണി അകലുന്നു എന്ന നിലപാട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായിരിക്കുന്നത് എന്നാണ് ആർ.ജെ.ഡി. വളരെ കൃത്യമായി പറയുന്നത്. സ്വാഭാവികമായും ആർ.ജെ.ഡിയെ സംബന്ധിച്ചിടത്തോളം ശക്തമായൊരു അവഗണന LDFിൽ അനുഭവിക്കുന്നു എന്ന് നേരത്തെ തന്നെ വാർത്തകൾ പുറത്തു വരികയും അത് സംബന്ധിച്ചുള്ള നേതാക്കളുടെ പ്രതികരണമെല്ലാം പുറത്തു വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വിഷയത്തെ നോക്കിക്കാണേണ്ടത്. ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കർശനമായൊരു നീക്കം, കടുത്ത ഒരു എതിർപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ താഴെ തട്ടിലുള്ള പ്രവർത്തകർ, അതായത് സാധാരണ പ്രവർത്തകർക്കെല്ലാം തന്നെ ഇടതുമുന്നണിയിൽ തുടരുന്നതിനോട് എതിർപ്പുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ സൂചനകൾ പുറത്തു വരുന്നത്. ഈ ഒരു സൂചനകളുടെ എല്ലാം പശ്ചാത്തലത്തിലും അതുപോലെ തന്നെ നേരത്തെ നമുക്കറിയാവുന്നതുപോലെ രാജ്യസഭാ സീറ്റിൻ്റെ വിഷയത്തിൽ തർക്കങ്ങളുണ്ടായി. അതുപോലെ പല വിഷയങ്ങളിലും തുടർച്ചയായി തർക്കങ്ങൾ LDFിൽ ആർ.ജെ.ഡിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയും ആർ.ജെ.ഡി. ആരോപിക്കുന്നത് വളരെ കൃത്യമായി ആർ.ജെ.ഡി. നേതാക്കളെല്ലാം തന്നെ നമ്മൾ വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ വളരെ കൃത്യമായി പറയുന്നത് പിണറായി വിജയനും അതുപോലെ തന്നെ M.V. ഗോവിന്ദനും ഉൾപ്പെടെയുള്ള CPMൻ്റെ ഉന്നത നേതൃത്വം ഒരു അവഗണനാത്മകമായ മനോഭാവത്തോടെ അല്ലെങ്കിൽ ഒട്ടും പരിഗണിക്കാതെ തീരുമാനങ്ങൾ സ്വമേധയാ എടുക്കുകയും അത് LDFിൽ ഒരു പ്രമേയം പോലെ അവതരിപ്പിക്കുകയും അത് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു എന്നൊരു നീക്കമാണ്, ഒരു ആരോപണമാണ് ആർ.ജെ.ഡിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ശക്തമായൊരു പ്രതിഷേധം തന്നെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത് ആർ.ജെ.ഡിയുടെ ഭാഗത്തു നിന്ന് എന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ഒരു നീക്കം നാളെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശക്തമായ എതിർപ്പ് ഇടതുപക്ഷത്തെ നേതൃത്വത്തോടുണ്ട് എന്ന് തന്നെയാണ്. ഈ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തോടുണ്ടാകുന്ന ഈ എതിർപ്പ് തന്നെയാണ് ഈ പാർട്ടി ഈ മുന്നണിയിലെ ഒരു ഭിന്നതയായും അല്ലെങ്കിൽ മുന്നണി തന്നെ തകരാനുള്ള ഒരു സാധ്യതയിലേക്കും കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നത് വ്യക്തമാണ്. നാളെ നടക്കാനിരിക്കുന്ന യോഗം അതീവ ഗൗരവമർഹിക്കുന്നൊരു യോഗം തന്നെയാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. കാരണം ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു അന്തിമമായ തീരുമാനം ശ്രേയാംസ്കുമാറിൻ്റെ ഭാഗത്തു നിന്ന് വാർത്താസമ്മേളനമായി നാളെ പുറത്തു വരുന്നതോടെ അത് LDF രാഷ്ട്രീയത്തിൽ വലിയൊരു പൊട്ടിത്തെറിയിലേക്കായിരിക്കും ചെന്നെത്തുക. ദേവിക, ഐസൺ, ഒരു കാര്യം പ്രധാനപ്പെട്ടതായി ചൂണ്ടിക്കാണിക്കാനുള്ളത്, എതിർപ്പൊന്നും നേതൃത്വത്തോടില്ല എന്ന് യൂജിൻ മിറേലി പറയുമ്പോഴും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. ആർക്കും വേണ്ടാത്ത കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുന്നതോടൊപ്പം അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന കൂടി പറഞ്ഞിരിക്കുകയാണ്, ഈ പാപക്കറ ഇനി ഞങ്ങൾക്ക് ഏൽക്കാൻ വയ്യ എന്ന്. അത് തന്നെ അതിലൂടെ തന്നെ വ്യക്തമാണ് CPMനോട് ഇനി അനുനയമില്ല, അല്ലെങ്കിൽ CPMൽ ഇനി തങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞു വെക്കുന്നതിനോടൊപ്പം തന്നെ CPMനെ കടുത്ത രീതിയിലൊരു വിമർശനം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ടല്ലേ? തീർച്ചയായും CPMനോടുള്ള ഒരു വിമർശനം തന്നെയാണ്. നേരത്തെ ഈ രണ്ട് നേതാക്കളുമായുള്ള ചർച്ചയിൽ വളരെ കൃത്യമായി നമ്മൾ ഉന്നയിക്കേണ്ട ഒരു ചോദ്യം കൂടിയായിരുന്നു എന്നതാണ്, ഏറെ പ്രസക്തമായൊരു ചോദ്യം കൂടിയാണത്. കാരണം ഈ CPMൻ്റെ പല പ്രവർത്തനങ്ങളും, അത് പല രാഷ്ട്രീയ നിലപാടുകളാകട്ടെ, പോലീസിൻ്റെ അതിക്രമങ്ങളാകട്ടെ, അതുപോലെ തന്നെ CPM പ്രവർത്തകരുടെ അതിക്രമങ്ങൾ, ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഭരണത്തിൻ്റെ നിഴലിൽ ഈ പാർട്ടി കൊണ്ടുപോകുന്നു എന്നത് അതീവ ഗൗരവതരമായൊരു ചർച്ചയായി LDFിൽ ഉണ്ടായിരിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് ഈ പാപഭാരം ഏൽക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നത്. തീർച്ചയായും ഈ പാപഭാരം ഏൽക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു ഭിന്നതയുടെ സൂചന തന്നെയാണ്. ആ ഭിന്നത അതീവ ഗൗരവമുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. നാളെ തന്നെ ഇത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ദേവിക, ശരി, സമഗ്രമായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഐസൺ ജോസ്.